ഹലോ, അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. കുക്കറിൻ്റെ വിസിലാണ് കേട്ടോ. അത് കേട്ട് ടെൻഷൻ ആവണ്ട. ഇതാ പുള്ളിക്കാർ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്തിനാണ് വെയിറ്റ് ചെയ്യണേ കുട്ടി? എന്തിനാണ് വെയിറ്റ് ചെയ്യണേ? അതും കൂടി പറഞ്ഞു കൊടുക്ക്. ചിക്കനാണ് കേട്ടോ കുക്കറിൽ. ഞാൻ ജസ്റ്റ് നൈറ്റാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഒരു വിസിൽ വന്നപ്പോൾ എന്താണ്, ചിക്കൻ്റെ മണം വരും. സ്വാഭാവികമായിട്ട് നമ്മുടെ ആളെന്ത് ചെയ്യും? നിലവിളിക്കും. പറയേ ഇതാ കിടക്കണം, ഫുഡ് കൊടുത്തു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല. കണ്ട, എൻ്റെ കാലിൽ കടിക്കാൻ വരികയാണ്. വട്ടം വട്ടം നാരങ്ങ കളിച്ചിട്ട് ഇനിയില്ലേ മക്കളെ, നിങ്ങൾക്ക് അറിയാണ്ടാണ്. കണ്ട, നിലവിളിച്ചിട്ടേ ഇരിക്കും. ഈ വിസിൽ ജസ്റ്റ് 3 വിസിലായാൽ എനിക്കിനി അത് കറി ആകണവരെയും സീനാണ്. കണ്ട, എന്ത് ചെയ്യും ഞാൻ? എന്താടി മണത്തിട്ട് അവൾക്ക് ഇരിക്കാൻ പറ്റില്ലാന്ന്? നീ കേടി എല്ലാവരും എനിക്ക് ആർത്തി മൂത്ത് വട്ടായതാണ് പറയാൻ തുടങ്ങിയിട്ടാ. നോക്കിക്കോ, വട്ടം വട്ടം തിരിയണ നോക്ക്. എന്ത് ചെയ്യും ഞാൻ? പറയും അത് വേണം പറയണ. നിനക്ക് തരാ അമ്മ, അത് ആവട്ടെ, ആയിട്ട് തരാട്ടാ കുട്ടിക്ക്, ആയിട്ട് തരാട്ടാ. ഇപ്പൊ തരാൻ പറ്റില്ലാന്ന്. ഇപ്പൊ തരാൻ പറ്റില്ല. എല്ലാരും ഇതാ കളിയാക്കും. ഇത് എന്ത് പെൺകുട്ടിയാണിത് പറഞ്ഞിട്ട് കൊതിച്ച് പാറുവാണ് പറയും നിന്നെ. അവിടെ നിന്നോ, എനിക്ക് വയ്യ എനിക്ക്. എന്താണ് ഇത്രേ കൊതി? അവിടെ ഇരിക്കേ കുട്ടി, അവിടെ പോയി ഇരിക്കപ്പോ. മമ്മൂണ്ട് വയറ് നിറച്ച് ചിരിക്കണ്ടാട്ടാ. എനിക്ക് വാങ്ങിയപ്പോള് വട്ടം തിരിയണ്. ആരും എന്താ പറയാ, ഞങ്ങളുടെ കുഞ്ഞിന് ഇച്ചിരി വിശപ്പ് കൂടുതലാണ് കേട്ടോ. അത്രേൻ്റെ പിന്നാലെ ഓടി വരികയാണ് കേട്ടോ. എവിടെയാ മണക്കണെന്ന് പറഞ്ഞിട്ട് ഈ അമ്മ എനിക്ക് തരാനല്ലോ എടുത്ത് വെച്ചിരിക്കുകയാണ് പറഞ്ഞിട്ടാണ്. പുള്ളിക്കാരി ആവാത്ത അറിയില്ലല്ലോ അവൾക്ക്. എടി അമ്മ ഇച്ചിരി ശ്രമിക്ക്, 1 മിനിറ്റ് ശ്രമിക്ക്, ഞാൻ ആവട്ടെ. ഓ, ഇനി അടുത്ത വിസിൽ വന്നു കേട്ടാ. വിസിൽ കഴിയട്ടെ കേട്ടാ. ഓ, നിക്ക്, കഴിയട്ടെ, കഴിഞ്ഞിട്ടല്ലേ. കുട്ടിച്ച് എന്ത് വേണം പടാ. ഇവിടെ വാ. അമ്മ അത് ആവണ്ടേ. ആയാലല്ലേ കുട്ടിക്ക് തരാൻ പറ്റുള്ളൂ. രാത്രിയാണ് കേട്ടാ. അപ്പൊ ക്ലിയർ ഇത്രയും ഉണ്ടാവുള്ളൂ, ഒന്നും വിചാരിക്കരുത്. പൊന്നോ ഡി തങ്കക്കുടമേ, മാമ ആയിട്ട് തരാ, ചിക്കൻ ആവട്ടെ. ഇതാണ് ഞങ്ങളുടെ റൗണ്ട് അടി. പുതിയ ടെക്നിക്കാണ് കേട്ടോ, ഞങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണ്. ആരും തെറ്റിദ്ധരിക്കരുത്. കാരണം ഞങ്ങളിപ്പോൾ എന്തെങ്കിലും കിട്ടിയില്ലേ ഞങ്ങൾ വട്ടം നാരങ്ങ, അങ്ങനെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ്. ഞങ്ങളാണ് അങ്ങനെ എത്തിയാണ് പിടിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഒരു വിസിലും കൂടി വന്നാൽ സീനാവുമ്പോൾ നിന്നെ തന്നെയെന്ന് അടുത്ത വിസിൽ വന്നു കേട്ടാ. ചീച്ചിക്കുട്ടൻ വേണാ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു കഷ്ടപ്പാട് നിങ്ങൾ അറിയും. ഞാൻ എന്ത് ചെയ്യും പറയും? ഈ കുട്ടിനെ കൊണ്ട് ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടാ. ഇത് വല്ലാത്ത കഷ്ടമാണ് കേട്ടാ. അത് ഇങ്ങനെ അമ്മനെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല കേട്ടോ നീ. എനിക്ക് ഒരു കറി വെക്കാൻ പറ്റണ്ടായല്ലോപ്പാ. രാവിലെ തുടങ്ങും 5:30 അവിടെ ഇരിക്കി. രാവിലെ എണിക്കണതല്ലേ നീ? രാവിലെ തുടങ്ങണതല്ലേ നിനക്ക് ഞാൻ ഫുഡ് തരാൻ? നീ ഇത്രയൊക്കെ കാണുന്നവരൊക്കെ എന്ത് പറയും? എന്നെ ഞാൻ ഫുഡൊന്നും നിനക്ക് തരുന്നില്ല എന്നല്ലേ പറയുള്ളൂ. ഡീ കേടി, നീ പറയടി, നിനക്ക് ഞാൻ ഫുഡ് തരില്ലേ? പോടി നീ, നിനക്ക് ഞാൻ ഫുഡ് തരില്ലേടി? സമയത്തിന് എനിക്ക് എല്ലാം തരില്ലേ ഞാൻ? കൊതിച്ച് പാറൂതാ. ഇത് കുക്കർ നോക്കിയിട്ട് നിൽക്കുകയാണ് പുള്ളിക്കാരി. ഇങ്ങനൊരു കൊതിച്ച് പാറൂനെ ഇനി കിട്ടാനില്ല ഞങ്ങക്ക്. എന്ത് വേണം? ചിക്കൻ വേണാ? എന്റെ പിന്നാലെ ഓടി വരികയാണ് കേട്ടോ. അമ്മന്റെ കയ്യിലില്ലടി, അവിടെ ഇച്ച് എന്ത് കാണും വേണ്ട. അവിടെ ഇച്ച് ചാടാനുള്ള തയ്യാറെടുപ്പാണ്. അത് അച്ചി വന്നു. അതാ എവിടെ വണ്ടി സൗണ്ട് കേട്ടിട്ടുണ്ട്. നമ്മുടെ ടേസമ്മളൊക്കെ അടത്തി പോയിട്ടുണ്ട് കേട്ടോ. അവളിതാ സൗണ്ട് ഇതാ വരുന്നു. ഇതാ പുള്ളിക്കാരിയില്ലേ, മണം കേട്ടിട്ട് അടുക്കളയിൽ നിന്ന് ഒരടി അനങ്ങളിലാകില്ല കേട്ടാ. ഇതാ വട്ടം തിരിഞ്ഞുകൊണ്ട് ഇങ്ങനെ റൗണ്ട് ഇതാ റൗണ്ട് ആയിട്ട് അടിച്ചിട്ടേ ഇരിക്കുകയാണ്. ഇതാ ഹരിയേട്ടനുണ്ടാ? ആയിട്ടുണ്ട്. ഓക്കെ, ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ്, ഒറ്റ 5 മിനിറ്റ്. എന്നിട്ട് ഞാൻ ഉറപ്പായും എനിക്ക് തന്നിരിക്കും. മനസ്സിലായല്ലോ? ഇനി നിലവിളിച്ചാൽ ഞാൻ വടി എടുക്കും. ഞാൻ ഉറപ്പാണ്. എന്തോരം കഷ്ടമാണ് നിൻ്റെ അവസ്ഥ. ഇങ്ങനെ ഒരു പെണ്ണുണ്ട് എനിക്ക്. അവിടേക്ക് അവൾക്ക് ഇപ്പോഴത്തെ പുതിയ കേട്ടോ.
വട്ടം തിരിച്ചിട്ടേ ഇരിക്കണോ? എനിക്ക് വയ്യ, ചിരിക്കണോ ചീത്ത പറയണോ എന്താ ചെയ്യാ? ദേഷ്യപ്പെടണോ? നിങ്ങ എന്താ ചെയ്യണ? ഞാന് ഇങ്ങനെ ഒരു വായാടിപ്പാറ നിങ്ങളുടെ കൂടെ ഉണ്ടോ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടാ. ഇങ്ങനെ ഒരു വായാടിയും കുശുമ്പിയും കൊതിച്ചിപ്പാറും ഇനിയിപ്പോൾ അതിൻ്റെ മേലെയാണോ നമ്മുടെ സ്റ്റൂളിൻ്റെ മേലെ കയറാൻ പോവുകയുള്ളൂ. ഭഗവാൻ എവിടെയാണ്? എന്തോ നമ്മളെ ലാലാട്ടിൻ്റെ രേവതി പറയുന്നത് എവിടെയാണ് കോഴിൻ്റെ മണം പറഞ്ഞ അവസ്ഥയാണ് ആ പുള്ളിക്കാരി. എവിടെയോ മണക്കുണ്ട്. ഈ അമ്മയാണെങ്കിൽ എനിക്ക് തരുന്നുമില്ലല്ലോ. ഇനി പോയി ഇവിടുന്ന്. ഹാ പെണ്ണ. അപ്പം ഇല്ലേ ഞാൻ 2 പീസ് എടുത്ത് കൊടുക്കട്ടെ കേട്ടോ അതിലെ. ഇല്ലെങ്കിലേ എനിക്ക് സമാധാനമേ തരില്ലേ ഞാൻ. ഇപ്പം ചെയ്താട്ടാ, അമ്മ കഴിക്കാം. ഓക്കെ ഓക്കെ ബൈ, എല്ലാവർക്കും ബൈ ബൈ, സി യു.